കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്നോട് ചോദിച്ചു, നിങ്ങൾ തോറ്റുപോയി അല്ലേ എന്ന്. അരുണിന്റെയും സ്നേഹയുടെയും വിവാഹക്കാരെ ഉദ്ദേശിച്ച അവളുടെ ചോദ്യം. ആ ചോദ്യം ഞാനിപ്പോ നിന്നോട് ചോദിക്കുക. അതൊന്നും തടുത്തു നിർത്താൻ പറ്റിയില്ല നിനക്കും നിന്റെ മകൾക്കും. അവരുടെ തെറ്റിദ്ധാരണകള് പെട്ടെന്നൊന്നും മാറില്ലെന്ന് ഞാൻ കരുതി. കരുതണം. കാരണം നിന്റെ വീട്ടിലൊരു മാലാഖയുണ്ട്. മുറിവേറ്റവരുടെ മുറിവ് ഉണക്കാൻ അറിയാവുന്ന ഒരുത്തി. അവളിറങ്ങും, പരിഹരിക്കും. അതിനൊരു മുൻകരുതൽ വേണമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? വിവാഹം നടന്നില്ലല്ലോ. ഇന്നല്ലേ? രജിസ്റ്റർ ഓഫീസിൽ ഒരു വിവാഹം നടക്കണമെങ്കിൽ 11 മണിയാവും. ഇപ്പൊ സമയം 8:30 ആയിട്ടുള്ളൂ. അതിനർത്ഥം 2.5 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. ഒരു ബോംബ് വീഴാനും ഒരു നാടില്ലാതാവാനും ഒക്കെ സെക്കൻഡുകൾ മതി. അവിടെ 2.5 മണിക്കൂറൊക്കെ ധാരാളമല്ലേ സാരംഗേ? ഞാൻ എന്ത് വേണമെന്നാ കുട്ടിച്ചൻ പറയുന്നത്? ഞാനിവിടെ വില്ലത്തരത്തിന് ട്യൂഷൻ ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല. അപകടം നിനക്കാ, എനിക്കല്ല. നിനക്ക് സമ്പത്തുണ്ട്, എന്തിനും ശേഷിയുള്ള ആളെ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നിട്ടും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഏതെങ്കിലും ഒന്നിനെ ഇല്ലാതാക്കാനോ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ചെയ്യേ. സാരംഗേ, ഇന്ന് ഈ വിവാഹം നടന്നാൽ ഇതുവരെ മൈഥിലിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ ആരോപണങ്ങളും ഒന്നിച്ചില്ലാതാകും. പിന്നെ നീ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും? നീ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. മൈഥിലി എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോണ്ടേ? നീ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ ജീവിതം നിനക്ക് ചേർത്ത് പിടിക്കണ്ടേ? ഈ വിവാഹം നടക്കണ്ട. നീ കരുത്തനാണെങ്കിൽ അത് ചെയ്തു കാണിക്കേ. വിവാഹം കഴിക്കാൻ പോകുന്നവർക്കോ അച്ഛനമ്മമാർക്കോ, എന്തിന് നിന്റെ വീട്ടിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന മൈഥിലിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് വിവാഹം നടക്കില്ല എന്നൊരു ഉറപ്പുണ്ട്. അതായത് ചിന്തിക്കാൻ നിനക്ക് ആവോളം സമയം കിട്ടും. ഞാൻ പോട്ടെ കുട്ടിച്ച. ഇക്കാര്യത്തിൽ എന്തായാലും എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. നേരിട്ട് ഇടപെട്ടാലും കുഴപ്പമൊന്നുമില്ല. വേറെ ഏത് വഴിക്ക് എന്ത് സംഭവിച്ചാലും, എന്തിന് രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന കൊന്ന തെങ്ങിന്ന് രജിസ്റ്റർ ഓഫീസിന്റെ മുകളിലേക്ക് പതിച്ചാൽ പോലും ഉത്തരവാദി നീയാണെന്ന് തന്നെ എല്ലാവരും പറയും. അപ്പൊ പിന്നെ നേരിട്ട് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ സമമല്ലേ? ആ ഫാദറും അരുണും അവരുടെ വീട്ടിൽ നിന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങണം. സ്നേഹയും അവളുടെ അച്ഛനും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മൈഥിലി നിന്റെ വീട്ടിൽ നിന്നും പോണം. സഞ്ചാര വഴികൾ നിന്റെ മുന്നിൽ അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ സാരംഗേ? ചൂണ്ടിക്കാണിക്കാനുള്ളതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി അമ്പെയ്യേണ്ടതും തലയെടുക്കേണ്ടതും ഒക്കെ നിന്റെ ഉത്തരവാദിത്വം. എന്താന്ന് വെച്ചാ ചെയ്തു. ഞാൻ ശ്രമിക്കും കുട്ടിച്ച. ഞാൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് മൈഥിലി വെളിയിൽ വരാൻ പാടില്ല. അരുണിനെ കുറിച്ചുള്ള അപവാദങ്ങൾ തന്നെ അവൾക്ക് നേരെ ഇതിലും ശക്തമായിട്ട് വരണം. നാണം കെട്ട് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നിറങ്ങണം. എനിക്കിത് ചെയ്തേ പറ്റൂ. എന്റെ കുഞ്ഞൊരു നല്ല കാര്യത്തിന് പുറപ്പെടുകയാണ്. എല്ലാ ദൈവങ്ങളും അവന് കൂട്ടായിരിക്കണേ ഭഗവാനെ. ഫാദർ, സമയമായി. ആളെത്തിയില്ലേ? ഉടനെ എത്തും. ഒരു 5 മിനിറ്റ്. അയാൾ എന്താ പറഞ്ഞു ഫാദർ? അവരുടെ ഭാഗത്തുനിന്ന് തടസ്സമൊന്നുമില്ല. 11 മണിക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് അവര് പറഞ്ഞു. പക്ഷെ അരുൺ എത്തിയില്ലല്ലോ. ഓ, അവനിപ്പോ ഇങ്ങ് എത്തോടോ.
ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് മൈഥിലി. ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി. ഓ അത് സാരമില്ല, സമയം വേണ്ടുവോളം ഉണ്ട്. അരുൺ എവിടെ? എമർജൻസി ആയി ഹോസ്പിറ്റലിൽ നിന്നൊരു വിളി വന്നു, അവൻ അങ്ങോട്ട് പോയിരിക്കുക. അതവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ലീവ് നോക്കണ്ട, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞതാ. അവൻ സമ്മതിച്ചില്ല. പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് അവൻ പോന്നിട്ട് കുറച്ചു നേരമായല്ലോ. ഇവൻ പിന്നെ ഇത് എവിടെ പോയതാ? വരട്ടെ ഫാദർ, ടെൻഷൻ ആവണ്ട. സ്നേഹ, ഒരുക്കൊക്കെ തനിയായിരുന്നോ? തനിയെന്ന് പറഞ്ഞൂടാ, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്ന് സഹായിച്ചു. ഞാൻ വന്ന് നിന്നെ ഒരുക്കണമെന്ന് കരുതിയതാ. യദുക്കുട്ടിന് ചെറിയൊരു പനിയുണ്ടോന്നൊരു സംശയം. അസുഖം വന്നാ പിന്നെ അവന് അമ്മ അടുത്ത് വേണം. അതാ പറ്റിയത്. ഫാദർ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മോളെ, കുറച്ചു നേരമായിട്ട് മനസ്സിനെന്തോ ടെൻഷൻ പോലെ. അതരുൺ ഫാദറിന്റെ അടുത്തുനിന്ന് പോകുന്നോണ്ടായിരിക്കും. ഏയ് അതല്ല മോളെ, എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു. ഫാദർ, ആ ഞങ്ങൾക്കിപ്പോൾ കയറാം കേട്ടോ. ഓ ഒരു 5 മിനിറ്റ്, പയ്യൻ വരുന്നേ ഉള്ളൂ. അത് കൊള്ളാം. ഫാദർ പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. കല്യാണ പയ്യൻ വന്നില്ല എന്നൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ ചെല്ല്, ഞങ്ങളിപ്പോ വരാം. ആ ശരി. ഇവരിതെന്തായി കാണിക്കുന്നത്? ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ എടുക്കുന്നില്ല. ഫാദർ, ഞാനൊന്ന് പോയി നോക്കിയാലോ? ഏയ് വേണ്ടടോ, കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. സ്നേഹ, ടെൻഷനൊന്നും ആവണ്ട. അരുണിപ്പ എത്തും. ഓ എവിടെയായിരുന്നു നീ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ. വല്ലാത്ത ബ്ലോക്കായിരുന്നു ഫാദർ. ഈ സമയത്ത് തന്നെ എത്തുന്നതിനെ ഞാൻ വിചാരിച്ചില്ല. പിന്നെ കത്തിച്ചുവിടുമായിരുന്നു. ഫാദർ വല്ലാതെ പേടിച്ചു. എന്റെ കാര്യത്തിൽ അത് ഫാദറിന്റെ കൂടെ പിറപ്പാണല്ലോ. മാം, ഒരു മിനിറ്റ്. എന്താടാ? ട്രാഫിക് ബ്ലോക്ക് കാരണമല്ല ഞാൻ വൈകിയത്. കൈതമുക്ക് മുതൽ എൻ്റെ കാറിൻ്റെ പുറകെ ഒരു ടെമ്പോ ഉണ്ടായിരുന്നു. അപകടകരമായ രീതിയിലായിരുന്നു എൻ്റെ വരവ്. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ തൊട്ടടുത്ത് എത്താതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. എത്ര വഴികൾ മാറിയാലും ആ വണ്ടി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ആരോ കരുതി കൂട്ടി ഫോളോ ചെയ്യുന്ന പോലെ. ചിലപ്പോ നിനക്ക് തോന്നിയതായിരിക്കടാ. ഈ ഭ്രാന്ത് പിടിച്ച ചില ഡ്രൈവർമാരില്ലേ, ആരോ കൊല്ലാൻ ഇറങ്ങുന്നവന്മാരെ പോലെ വണ്ടി ഓടിക്കുന്നവര്, അങ്ങനെ വല്ലവരും ആയിരിക്കും. അല്ല മാം, ഞാൻ വഴിമാറിപ്പോയ എല്ലാ സ്ഥലങ്ങളിലും അതെന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിനെന്തൊരു കുഴപ്പമില്ലേ? ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം. വീണ്ടും സിറ്റിയിലെ തിരക്കിലേക്ക് വന്ന് കയറിയപ്പോഴാണ് അയാൾക്ക് എന്നിൽ നിന്നുള്ള ദൂരം കുറഞ്ഞത്. ശരി, നീ വാ, നമുക്ക് പോവാം. പോകാം. ആ ഫാദർ ഇരിക്കേ. ഓ ഞാൻ പോയി ആഹാരവും മറ്റും എടുത്തിട്ട് വരാം. ആ അതെടുത്തോണ്ട് വാ. ഇതാ ഇവിടെ ഒപ്പിട്ടുള്ളൂ. ഇതാ ഇവിടെ. ഇനി വാതു. ഇതാ ഇവിടെ.
ഇടത് കൈ. മൈഥിലി, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. എടോ, അമ്മായി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. പുള്ളിക്കാരിക്ക് സമാധാനമില്ലാതിരിക്കാവും. ആ, ഞാൻ വിളിക്കാം. നമ്മളിപ്പോ കൊണ്ടുപോയി ആക്കിയ ആള് വൈകുന്നേരം വരെ കോളേജിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എടോ, ക്യാമ്പസിന്റെ വലിപ്പം കണ്ടപ്പോ ആ കുട്ടിയുടെ കണ്ണ് തള്ളിയ തള്ളല് കണ്ടോ? മാത്രമല്ല, കുട്ടികളും അവരുടെ ഫാഷനും ഒക്കെ കണ്ടിട്ട് അവള് വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങണം. അതൊക്കെ എന്താന്ന് വെച്ചാ പ്ലാൻ ചെയ്തോ. എന്നിട്ട് രണ്ടാളും കൂടി ഇറങ്ങിക്കോ. എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അയ്യോ, ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറ് പൊയ്ക്കോ. ഇപ്പൊ എന്തായാലും ഞാൻ തിരക്കിട്ട് പോകുന്നില്ല. ഉച്ച വരെ ഞാൻ ഫ്രീയാ. അതെങ്ങനെ? കോളേജിലേക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞതല്ലേ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോണോന്ന്? അതൊരു മെസ്സേജിൽ തീർന്നു. ഉച്ചയ്ക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോ ഉച്ചവരെ എന്താ പരിപാടി? ചുമ്മാ തന്റെ അടുത്തിരിക്കാൻ. പിന്നെ എന്റെ അടുത്തിരിക്കാൻ വേണ്ടി ലീവ് എടുക്കല്ലേ? അതെ, സാധാരണ അച്ഛനമ്മമാർക്കിടയില് ഒരു കുഞ്ഞു വന്നാല് അവര് പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞുണ്ട്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ. നമുക്ക് മക്കളായിട്ടില്ല. പക്ഷേ കൃത്യമായിട്ട് ഇടയിൽ ഒരാൾ വന്ന് കയറിയിട്ടുണ്ട് ആവണി. ഇനിയിപ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെയല്ലേ ഇടപെടാൻ പറ്റൂ. ഓ, അങ്ങനെ. പിന്നല്ലാതെ നമ്മുടെ ടോട്ടൽ പരിപാടികളും പാളിപ്പോയില്ലേ. ഇനിയിപ്പോ എങ്ങനെ ഒരു നൈറ്റ് ഷോയ്ക്ക് പോകുന്നേ? ഇനി എങ്ങനെയാ നമുക്കൊരു പാതിര കറക്കം വേണം തോന്നിയാ? മൊത്തത്തിൽ അവളൊരു ബുദ്ധിമുട്ടായല്ലേ? ഇല്ലടോ, പക്ഷേ പരാതി തന്നോടല്ലേ പറയാൻ പറ്റൂ. ആ, എല്ലാ സാഹചര്യത്തിനോടും നമുക്ക് പൊരുത്തപ്പെടണ്ടേ? നമുക്കങ്ങ് പൊരുത്തപ്പെട്ടേക്കാന്നേ. ഹലോ മൈഥിലി. ആ, കഴിഞ്ഞോ? എല്ലാരും ഹാപ്പി അല്ലേ? നടക്കട്ടെ നടക്കട്ടെ, ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞേക്കാം. ശരി. മൈഥിലിയാ, വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷം. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ മഹാസംഭവം അങ്ങ് കഴിഞ്ഞു. ഇനി പിള്ളേരങ്ങ് ജീവിക്കും. മൈഥിലിക്ക് അതൊരു തലവേദന ആവില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും സാരംഗൊരു തിരുത്തലിന് തയ്യാറാകും തോന്നില്ല. അയാളും അയാളുടെ തിരുത്തമൊക്കെ ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം താൻ നല്ലൊരു കാപ്പി ഇട്, എന്നിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആയിക്കോട്ടെ. സാരംഗ് ദാ പോന്നു പടിക്ക് പുറത്തേക്ക്. ഇനി സാരംഗിനെ കുറിച്ച് ചർച്ചയില്ല. അങ്ങനെ ഒരു വലിയ കടമ്പ കഴിഞ്ഞു അല്ലേ മൈഥിലി? അതെ ഫാദർ, ഞാനും ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയതുപോലൊരു തോന്നല്. ഇനി എന്തായാലും അവര് തമ്മിൽ ഒന്നിക്കാത്തതിന്റെ കാരണം ഞാനാണെന്ന് ആരും പറയില്ലല്ലോ. പക്ഷേ എന്റെ മനസ്സിലേക്ക് ഒരു ശൂന്യത കയറി തുടങ്ങി. ഫാദർ, അതിപ്പോ
ഈ കുഞ്ഞുങ്ങളെ ദൂരേക്ക് പഠിക്കാൻ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് ദൂരേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ? അത് തന്നെ. അവനെപ്പോഴും ഫാദറിന്റെ അടുത്ത് വരില്ലേ? അവൻ അങ്ങനെ വിട്ടു നിൽക്കൊന്നുമില്ല. അതറിയാം. പറ്റാവുന്ന സമയത്തൊക്കെ ഞാനും വരാം. ഓ ആയിക്കോട്ടെ. പിന്നെ മൈഥിലി, ഒരു കാര്യം ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തന്നെ ചോദിക്കണമെന്ന് കരുതിയതാണ്. അരുണും മോളും കൂടി മാറി നിന്ന് സംസാരിച്ചെന്താ? അത് ഒന്നുമില്ല ഫാദർ. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അവൻ വൈകിയതിന്റെ കാരണമാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അതെന്താണെന്ന് അറിയില്ല. ഫാദറിനോട് ഞാൻ കള്ളം പറയില്ല. അവൻ പറയുന്നത് ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോ മുതല് ഒരു ടെമ്പോ അവന്റെ പുറകിലുണ്ടായിരുന്നു. അത് കുറെ നേരം പുറകിലുണ്ടായിരുന്നു അത്രേ. ചിലപ്പോ ഉള്ളിൽ ചില ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ട് അവന്റെ തോന്നലായിരിക്കും. എങ്കിലും അവനോടും സൂക്ഷിക്കാൻ പറയണം മോളെ. ഒരാവശ്യമില്ലാത്ത കാര്യമാ. എന്നിട്ടും അവൻ ആരുടെയൊക്കെയോ ശത്രുവായി തീർന്നിട്ടുണ്ട് അല്ലേ? ഈ ശത്രുതയൊക്കെ കരുതി കൂട്ടി ഭാവിക്കുന്നതല്ലേ, അല്ലാതൊന്നുമില്ല. എന്നെ വേദനിപ്പിക്കുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ആ ടെമ്പോ വന്നത് അരുണിനെതിരുള്ള ഒരു ആക്രമണമാണെങ്കിൽ അതിന്റെ പിന്നിൽ സാരംഗായിരിക്കുമെന്നാണോ മൈഥിലി കരുതുന്നത്? കുറെ നാള് മുമ്പായിരുന്നെങ്കിൽ ഞാനിതൊന്നും വിശ്വസിക്കില്ലായിരുന്നു ഫാദർ. ഇപ്പൊ കൺമുന്നിൽ കാണുന്ന സാരംഗിനെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്തും ചെയ്തു കളയുന്നുള്ളൊരു തോന്നല്. സാരംഗ് വല്ലാതെ മാറിയിരിക്കുക. ജയിക്കുക എന്നല്ലാതെ വിട്ടുവീഴ്ചകളൊക്കെ മറന്നിരിക്കുക. ഞാൻ പൊരുതി നിൽക്കുന്നുണ്ട്. എന്നാലും എനിക്കറിയാം സാരംഗ് എന്നെ വീഴ്ത്തുന്ന. അതല്പം കടുത്ത വീഴ്ചയായിരിക്കും. അങ്ങനൊന്നുമില്ല കുഞ്ഞെ. ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവങ്ങൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നുന്ന നിമിഷത്തില് എനിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. അമ്മേ, എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? അയ്യോ, മോൻ വിളിച്ചിരുന്നോ? അമ്മ ഫോൺ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ചേച്ചി ഇവിടെ ഇല്ലമ്മേ. എങ്ങോട്ട് പോയി? അവരില്ലേ, ആ മായ ആന്റി, അവരോടെ പോയി. ആരോട് ചോദിച്ചിട്ട്? ചേച്ചി പോകാൻ പോയപ്പോ അമ്മയോട് ചോദിക്കാതെ പോണ്ടാന്ന് ഞാൻ കുറെ തവണ പറഞ്ഞു. അപ്പൊ ചേച്ചി ബഹളം ഉണ്ടാക്കി. അല്ലേ സുമേന്റി? ഞാനും പറഞ്ഞു മാഡം. പിന്നെ യാമി മോളുടെ ഇപ്പോഴത്തെ സ്വഭാവം അറിയാമല്ലോ. എപ്പോഴാ പോയത്? കുറെ നേരമായി. സാരം കറിഞ്ഞിരുന്നോ? അറിഞ്ഞൂടാ, അതൊന്നും പറഞ്ഞില്ല. സുമേന്റിയോട് ചേച്ചി എന്ത് ദേഷ്യം കാണിച്ചെന്നറിയോ? ചേച്ചി സുമേന്റിയെ തല്ലൂന്ന് വരെ ഞാൻ വിചാരിച്ചു. സാരമില്ല മാഡം, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോളിങ്ങനെ പോയാ ഹലോ, സാരംഗ് ഓഫീസിലാണോ? അതെ. അത്യാവശ്യമായിട്ടൊന്നും ഇങ്ങോട്ട് വരണമല്ലോ. സോറി, ഞാനിപ്പോൾ അല്പം ബിസിയാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ബിസിയല്ല. എന്താ കാര്യം? ഗൗരവമുള്ള കാര്യം തന്നെയാ. ഗൗരവമായിട്ട് സംസാരിക്കേണ്ട കാര്യ. ഓഫീസിലേക്ക് വരണോ ഞാൻ? വേണ്ട, ഞാനിപ്പോ വരാം. വൈകരുത്. മാഡം, സാറ് വന്നാ ബഹളമാവില്ലേ? ന്യായമായ കാര്യങ്ങൾക്ക് ബഹളം ഉണ്ടായിക്കോട്ടെ സുമ, അതൊരു കുഴപ്പമില്ല. അവരോടൊന്ന് ഇറങ്ങിപ്പോവാൻ അമ്മ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അവര് വരുന്നത്? അമ്മ ഒരിക്കൽ മെഡിക്കൽ ക്യാമ്പിന് പോയപ്പോ അവിടെ ആന ഇറങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ആന ഇറങ്ങുമ്പോ നാട്ടുകാര് പാട്ട കൊട്ടും, തീ കത്തിച്ച് കാണിക്കും, അതിനെ തിരിച്ചു ഓടിക്കും. പക്ഷെ അവസരം കിട്ടുമ്പോഴൊക്കെ അത് വന്നോണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ? അതിന് മനുഷ്യര് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഇഷ്ടമല്ല. കുറെ കഴിയുമ്പോൾ മോനത് മനസ്സിലാവും.